സപ്തതിയുടെ നിറവിലായിരിക്കുന്ന പ്രിയപ്പെട്ട തമ്പിച്ചായന് സപ്തതിയുടെ എല്ലാ നന്മകളും എൻ്റെ ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 70 വർഷക്കാലം നടത്തിയ അതേ ഈശോ തുടർന്നുള്ള ജീവിതത്തിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നൽകി വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. സ്നേഹത്തോടെ സുബിനച്ചൻ. പ്രിയപ്പെട്ട തമ്പിച്ചായ കുടുംബാംഗങ്ങളെ, സപ്തതിയുടെ നിറവിലായിരിക്കുന്ന പ്രിയപ്പെട്ട തമ്പിച്ചാനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛൻ്റെ മനോഹരമായ ജീവിതത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. സപ്തതിയുടെ നിറവിലായിരിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. സപ്തതിയുടെ ആശംസകൾ ഏറ്റവും ഹൃദയപൂർവ്വം നേരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് തമ്പിച്ചാനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് സത്യത്തില് 1998 ഞാൻ സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ ചേർന്ന ശേഷമാണ്. അതിനുമുമ്പ് തമ്പിച്ചാനെ അറിയാം, പക്ഷെ കൂടുതൽ അറിയത്തില്ല. കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചത്, കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന ശേഷമാണ്. അന്ന് ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികള് വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച പോയിരുന്നത് നമ്മുടെ പട്ടം കത്തീഡ്രലിലാണ്. കത്തീഡ്രലിലേക്ക് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷത്തോടും നിറവോടും കൂടിയാണ് വന്നത്. മറ്റൊന്നുമല്ല, അവിടെ നിറസാന്നിധ്യമായി എന്റെ കുടുംബത്തിൽ നിന്ന്, കല്ലുളയത്തിൽ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയുണ്ട്, പ്രിയപ്പെട്ട PK മാത്യുച്ചാൻ. അത് ഞാൻ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയായിരുന്നു. ആരോടും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും കാണാം. തമ്പിച്ചാന് ഒരു പ്രാർത്ഥനയുടെ, ശുശ്രൂഷയുടെ ഒക്കെ സേവനത്തിന്റെ ഒക്കെ വലിയ നിറസാന്നിധ്യമായ കത്തീഡ്രൽ എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ട തമ്പിച്ചായ, അങ്ങേ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഹൃദയ വിശാലതയുടെ ഒരു വ്യക്തിത്വം, മറ്റുള്ളവർക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം, അതുപോലെ പ്രാർത്ഥനയുടെ വലിയ മാതൃക, അഭേദ്യമായ ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വം. അതുപോലെ എന്റെയും സുബിനച്ചന്റെയും ഒക്കെ വൈദിക പരിശീലന കാലഘട്ടത്തിലും അതുപോലെ പുരോഹിതരായ ശേഷവും ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലെല്ലാം പ്രിയപ്പെട്ട തമ്പിച്ചാൻ പ്രാർത്ഥനയുടെ ഒരു വലിയ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അവിടെയൊക്കെ തമ്പിച്ചാന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ കരുതൽ അത് ഏറെ ശ്ലാഘനീയമാണ്. ചേർത്ത് പിടിച്ചു നിർത്തുന്ന ഈ ഒരു സ്നേഹം അത് എന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. സർവശക്തനായ ദൈവം ഇപ്പോഴ് തമ്പിച്ചാൻ ചെയ്യുന്ന ശുശ്രൂഷകള്, കത്തീഡ്രൽ വിശ്വാസ പരിശീലനത്തിന്റെ പ്രഥമ അധ്യാപകനായിട്ട്, സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ ഉപവിപ്രവർത്തനങ്ങളുടെ ചുമതലക്കാരനായിട്ട്, അതുപോലെ പ്രാർത്ഥന കൂട്ടായ്മയുടെ ചുമതലക്കാരനായിട്ട്, പട്ടം ഗവർണറിലെ ശുശ്രൂഷകളിലൊക്കെ അങ്ങ് ചെയ്യുന്ന എല്ലാ നേതൃത്വ ശുശ്രൂഷയുടെ ഇടങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സർവശക്തൻ അങ്ങേക്ക് കൂടുതൽ ആരോഗ്യം നൽകി അനേകർക്ക് ഈ ജീവിതം തുടർന്നും ഒരനുഗ്രഹമായിട്ട് മാറ്റട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സപ്തതിയുടെ പ്രാർത്ഥനാപൂർവമായ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തമ്പിച്ച, നല്ല ദിവസം. ഒത്തിരി അങ്ങേക്ക് നല്ല ജന്മദിന ആശംസകൾ. എന്നെ വളർത്തിയതിൽ ഒരുപാട് നന്മകളുള്ള അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങേക്ക് നന്മയോട്ടെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നോട് പറയുകയാണ്. എനിക്കൊരു സന്തോഷ വാർത്ത. ചെറുമോനെയാണ് ഞാനിത് അറിഞ്ഞത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. അടുത്തൊരു വാക്ക് തമ്പിച്ച, ഞങ്ങളെയൊക്കെ വളർത്തിയത് നിങ്ങളാണ്. ഹാപ്പി ബർത്ത്ഡേ തമ്പി കുഞ്ഞെ. ഹാപ്പി ബർത്ത്ഡേ തമ്പി കുഞ്ഞെ. ഹാപ്പി ബർത്ത്ഡേ തമ്പി പാപ്പ. ഏറ്റവും പ്രിയപ്പെട്ട തമ്പി പാപ്പന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശംസകൾ. ഗോഡ് ബ്ലസ് യു തമ്പി പാപ്പ. ജന്മദിന ആശംസകൾ. സപ്തതിയുടെ നിറവിലായിരിക്കുന്ന നമ്മുടെ പ്രിയ തമ്പിച്ചായന് എല്ലാവിധമായ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഗോഡ് ബ്ലസ് യു തമ്പിച്ചായ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ തമ്പിച്ചായ. ഗോഡ് ബ്ലസ് യു.
70ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പാപ്പന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. 70ാം ജന്മദിനം ആഘോഷിക്കുന്ന തമ്പിപ്പാപ്പന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന തമ്പിച്ചേട്ടന് എൻ്റെ കുടുംബത്തിൻ്റെയും ജന്മദിനാശംസകൾ. എൻ്റെ ഗൾഫ് യാത്രയിൽ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുകയും തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്യുന്ന തമ്പിച്ചേട്ടനാണ്. ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും വെട്ടുകാട് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാറുണ്ട്. ആ മധുരമായ ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും അണി നിൽക്കാറുണ്ട്. Happy birthday, Valiappa. God bless you. ഹാപ്പി ബർത്ത്ഡേ വല്യപ്പ. വല്യപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. ഞങ്ങള് കുഞ്ഞുനാൾ തൊട്ടേ പപ്പയുടെ ഒരു വലിയ റോൾ മോഡലാണ് വല്യപ്പ. ഞങ്ങളോട് കുഞ്ഞുനാൾ തൊട്ടേ പപ്പ പറയുന്നത് വല്യപ്പയെ കണ്ടു പഠിക്കണം, വല്യപ്പ മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ പെരുമാറണം, ആത്മീയ കാര്യങ്ങളിൽ വല്യപ്പ കൊടുക്കുന്ന പ്രാധാന്യം കണ്ടു പഠിക്കണം. അങ്ങനെ ചെറിയ നാള് തൊട്ടേ ഞങ്ങളോട് വല്യപ്പയെ കണ്ടു പഠിക്കാൻ പപ്പ എപ്പോഴും പറയുമായിരുന്നു. വല്യപ്പനെ പറ്റിയിട്ടുള്ള ഫേവറേറ്റ് മെമ്മറീസ് എനിക്ക് കുഞ്ഞുനാളില് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ആ കാലം തൊട്ട് ഇന്നലെ കഴിഞ്ഞ തിരുവോണം വരെയുള്ള ഒരുപാട് ഫേവറേറ്റ് മെമ്മറീസ് എനിക്കുണ്ട്. എന്നാലും പെട്ടെന്ന് പറയാനാണെങ്കിൽ മനസ്സിൽ വരുന്ന ഒരു ഇൻസിഡന്റ്, എൻ്റെ എല്ലാ ക്രിട്ടിക്കൽ മൊമെന്റ്സിലും എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ വല്യപ്പ എനിക്കൊരു ഡിസിഷൻ മേക്കറായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ കാര്യവും പപ്പയോട് പറയുമ്പോൾ പപ്പ എന്നോട് ആദ്യം പറയും, പപ്പ എനിക്കൊരു ആൻസർ തരും. എന്നിട്ട് പപ്പ എന്നോട് പറയും, തമ്പപ്പാനെ വിളിച്ചിട്ട് നീ ചോദിക്കും തമ്പപ്പ എന്താ പറയുന്നത് കേൾക്കാൻ പറയും. അപ്പം ഇമ്മുക്കുട്ടീൻ്റെ ഹാർട്ടിന്റെ സർജറി ശ്രീചിത്രയിൽ എല്ലാ അറേഞ്ച്മെന്റ്സും വല്യപ്പയാണ് ചെയ്തത്. അപ്പം അവിടെ പട്ടംപള്ളിയിലുള്ള ഒരു ജോൺ സാറിനോട് പറഞ്ഞിട്ട് ഈ ശ്രീചിത്രയിലെ HOD ആയിട്ടുള്ള അവിടുത്തെ ദൈവതുല്യനായിട്ടുള്ള ഒരു പീഡിയാട്രിക് കാർഡിയോ സർജറി ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാം അങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇപ്പം നാളെ സർജറി തലേ ദിവസം രാത്രി ഒരു 8:30 ആയപ്പം ഈ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് എന്നോട് വന്ന് പറഞ്ഞു, ഇതേപോലെ ആ ഡോക്ടർ നാളെ അവൈലബിൾ അല്ല, കുഞ്ഞിന്റെ സർജറി 2 ദിവസം കഴിഞ്ഞിട്ടേ ആ ഡോക്ടറിന് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയില്ല, എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചാച്ചനെ വിളിച്ചു. പപ്പയോടൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം തമ്പപ്പാനെ വിളിച്ചു. അപ്പൊ തമ്പപ്പ എനിക്കൊരു ഉത്തരം തന്നു. ഇങ്ങനെ വല്യപ്പ പറഞ്ഞത്, മോളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ ഈ ഡോക്ടറിലൂടെയാണ് കുഞ്ഞിന്റെ സർജറി ചെയ്യാന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, എല്ലാം ദൈവം നോക്കിക്കോളും, ഇമ്മാനുവലിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു ഭയങ്കര ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു ആൻസർ ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ മറ്റേ ഡോക്ടറിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വില്ലിംഗ് ആണ്, പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു പക്ഷെ അന്ന് കുഞ്ഞിന്റെ സർജറി നടന്നില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന്റെ സർജറി നടന്നതിന്റെ ഈവനിങ് തൊട്ട് കോവിഡ് പീക്കായ ടൈമാണ്. അപ്പൊ ഈവനിങ് തൊട്ട് ശ്രീചിത്രയിൽ കോവിഡ് ക്ലസ്റ്റർ ഉണ്ടാവുകയും എമർജൻസി സർജറീസ് എല്ലാം 2 ആഴ്ചത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്തു. അപ്പം വല്യപ്പ വഴി എനിക്ക് ഈശോ തന്ന ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ എനിക്ക് ഒരുപാട് മെമ്മറീസ് വല്യപ്പാടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ എല്ലാം ഗാർഡിയനായിട്ട് നിൽക്കുന്നത് വല്യപ്പയാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണത്തിന് മുന്നേ ആണെങ്കിലും എല്ലാം. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഒരു ഗാർഡിയനായിട്ട് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യപ്പായ്ക്ക് 70ാം പിറന്നാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവാനുഗ്രഹത്തിന്റെ 70 വർഷങ്ങൾ പിന്നിട്ട തമ്പിച്ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം നൽകിയ ഏറ്റവും വിലപ്പെട്ട ആളുകളാണ്. ഭവനത്തിൽ എല്ലാവരുടെയും വിദ്യാഭ്യാസത്തിനും ഉയർച്ചയ്ക്കും തമ്പിച്ചേട്ടൻ എന്നും ഞാൻ ഇന്ന് എന്തായിരിക്കുമോ എല്ലാം തമ്പിച്ചേട്ടൻ്റെ സഹായവും പ്രാർത്ഥനയും എന്നും ഉണ്ടായി. ദേവാലയത്തോട് വൈദികരോടും ചേർന്നതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ വലിയ ദാസനായിരുന്നുകൊണ്ട് കണ്ടുമുട്ടുന്നവർക്കെല്ലാം സഹായം ചെയ്തു. ഈ കഴിഞ്ഞ 70 വർഷം സത്യദിനങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും ആശംസിക്കുന്നു. ആശംസകൾ
Happy birthday, Thambi uncle. God bless you. Wishes from Amalan Hita. സപ്തതിയുടെ നിറവിലെത്തി നിൽക്കുന്ന തമ്പിച്ചായന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും വിഷ് ചെയ്യുന്നു. ഹായ് അങ്കിൾ, 1000 ജന്മദിനാശംസകൾ നൂറടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ്. ഹലോ അങ്കിൾ, സ്നേഹം നിറഞ്ഞ സപ്തതി ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday, തമ്പിച്ച. ഹാപ്പി ബർത്ത്ഡേ. പപ്പായെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഒന്നിച്ച് ആ വിൻസെൻ്റ് പോലുള്ള മീറ്റിങ്ങിനൊക്കെ ഇരുന്നതും പപ്പായുടെ അന്നത്തെ ആ ശാന്തമായ സംസാരവും രീതികളും ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് നമ്മൾ അടുത്ത ബന്ധുക്കളായി രൂപാന്തരപ്പെട്ടത്. അങ്ങനെ ദീപ്തിമോളെ ഞങ്ങൾ സമ്മാനമായി തരുകയും ചെയ്തു. അതെല്ലാം ഈ നല്ല ഓർമ്മകളെല്ലാം ഇനിയും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പപ്പായുടെ 70ാമത്തെ ബർത്ത്ഡേക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. 70 വയസ്സ് പൂർത്തിയാക്കുന്ന ശ്രീ മാത്യുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മാറിയോസ് പിതാവിൻ്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ബാബ തിരുമേനി പ്രത്യേകമായ ശുശ്രൂഷ ചുമതല നൽകിയിരിക്കുന്ന മാത്യുവിന് മാറിയോസ് പിതാവിൻ്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണം എത്രയും പെട്ടെന്ന് ഉണ്ടാകാനും അതിന് ദൃക്സാക്ഷിയായിട്ട് റോമിൽ പോകാനുമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ജോലി വിദ്യാഭ്യാസം നടത്തുന്ന പ്രിയപ്പെട്ട തമ്പി കുഞ്ഞിന് എല്ലാവിധ മംഗളങ്ങളും ദൈവം മാറ്റി കോരി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Papa, happy birthday. നല്ല ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിടേണമേ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപം, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. പപ്പ അങ്ങനെ കുറെ പാട്ടുകൾ പപ്പനെ ഓർക്കുമ്പം എൻ്റെ മനസ്സിൽ കൂടെ വരാറുണ്ട്. കാരണം എല്ലാ ദിവസവും കൊച്ചിലെ മുതൽ എല്ലാ ദിവസവും സന്ധ്യ കഴിയുമ്പം പപ്പ തറയിൽ പായും വിരിച്ച് അവിടെ ഇരുന്ന് ബൈബിളും പാട്ടുപുസ്തകവും ഒക്കെ വെച്ച് പപ്പ ആദ്യം കുറേ പാട്ട് പാടും. അത് കഴിഞ്ഞ് എല്ലാവരും കൊണ്ട് ബൈബിൾ വായിപ്പിക്കും. എന്നിട്ട് നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. പാട്ടുകൾ എപ്പോൾ എനിക്കൊരു പഴയ ഈശപ്പാട്ട് ഓർമ്മ വന്നാലും പപ്പ പാടുന്ന പപ്പയുടെ സൗണ്ടും പപ്പയുടെ ആ ട്യൂണും ഒക്കെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. അത് ഏറ്റവും കൂടുതൽ എൻ്റെ പപ്പനെ പറ്റി എനിക്ക് ഓർമ്മ വരുമ്പോൾ ഇതാണ്. പിന്നെ കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ട് പപ്പയെ പറ്റി പറയാൻ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതേപോലെ പ്രാർത്ഥനയുടെ കാര്യവും പപ്പ പള്ളിയിൽ കൊണ്ടുപോകുന്നതും പപ്പ രാവിലെ ഉറക്കം എണീറ്റിട്ട് കട്ടിലിരുന്നുകൊണ്ട് രാവിലത്തെ പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയതായിട്ട് പറയാനുള്ളത് പപ്പ ഞാനും നിശ്ചയിച്ചും ജനിച്ച ആ ദിവസം മുതൽ പപ്പ ഒരു മലങ്കര പയ്യനെ കൊണ്ട് എന്നെയും ദിപ്ചേച്ചിനെയും കെട്ടിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പപ്പ എപ്പോഴും പറയായിരുന്നു.
അതേ ഇത് തന്നെ ഞാനിപ്പോൾ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ആണ്ട് ആ മലങ്കര പയ്യൻ എന്താ ഇരിക്കുന്നു. പപ്പ ഹാപ്പി 70th ബർത്ത്ഡേ. പപ്പയുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. പപ്പായുടെ എല്ലാ കർമ്മമേഖലയിലും പപ്പായുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ പ്രയർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പപ്പായ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വർഷങ്ങൾ വരട്ടെ. പപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇനിയും നന്നായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ നന്നായിട്ട് ചെയ്തു പോകാനുമായിട്ടൊക്കെ ദൈവം പപ്പനെ അനുഗ്രഹിക്കട്ടെ. അടുത്ത കൊല്ലം നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് പപ്പ എല്ലാ റൂമിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് നമ്മുടെ വീടിനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇത് ആക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹാപ്പി 70th ബർത്ത്ഡേ പപ്പ. Happy birthday, Appacha. May God bless you. Have a wonderful rest of the year. Bye. Bye. Stop it. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Appacha. Happy birthday to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you, dear Appacha. Happy birthday to you. നിത്യയുടെ ഒരു വാക്ക്. പപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ട്. ഒത്തിരി സന്തോഷമാണ് പപ്പയുടെ മോളായിട്ട് ജനിച്ചതിൽ. പപ്പ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മനസ്സിൽ എപ്പോഴും തിങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് ബി എ സൊല്യൂഷൻ ഇൻ എ പ്രോബ്ലത്തിനകത്ത് എപ്പോഴും ഒരു സൊല്യൂഷനായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും അത് ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പച്ചനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ സ്നേഹം തന്നെ നമുക്കും കിട്ടുന്നുണ്ട്. അപ്പച്ചൻ ദേഷ്യപ്പെടുത്തില്ല. ദേഷ്യം എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പച്ചൻ എപ്പോഴും ചിരിക്കും. ഭയങ്കര സന്തോഷമാണ്. ആൻറ്റി സാറിനെ പരിചയപ്പെട്ട ആ നാട് മുതൽ എപ്പോഴും ഒരേ മുഖവും ഒരേ സന്തോഷവും, എപ്പോഴും കാണുമ്പോൾ ഒരു സൗമ്യത ഭാഗം എല്ലാം ഒരു അനുഗ്രഹമാകുന്ന ഒരു പ്രാർത്ഥന, പവർഫുള്ളായ വ്യക്തി. സാറിനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ തോന്നിയത് നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യൻ, അനുഗ്രഹീതനായ ഒരു കുടുംബനാഥൻ, ഒരു ഭർത്താവ്, ഒരു പിതാവ്, കൊച്ചുമക്കളെയും മക്കളെയും ഒക്കെ എപ്പോഴും ഒന്നിച്ച് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന ഒരു ഉത്തമനായ ഒരു കുടുംബനാഥൻ, ഒരു എന്താ പറയുന്ന വല്യപ്പൻ. എന്തായാലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വ്യക്തിത്വം. അപ്പച്ചനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രീ KG ടു UKG 1ാം ക്ലാസ്സിലൊക്കെ അപ്പച്ചനാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയും തിരിച്ചു കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അപ്പച്ചൻ എന്ത് ഞാൻ ചോദിച്ചാലും മേടിച്ചു തരും. അങ്ങനെ എന്തോ അറിഞ്ഞൂടെ, ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. എന്നെ ഭയങ്കര കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചനെ. വിശ്വസിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട പപ്പയുടെ ജീവിതം എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലൈഫാണ്. വളരെ വലിയ കുറേ പ്രത്യേകതകൾ. ഒന്ന്, ഭയങ്കര ശാന്തമായിട്ടുള്ള സ്വഭാവം, എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹത്തോടുകൂടെ മാത്രം പെരുമാറുന്ന, അസ്വസ്ഥതകളൊന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാത്തൊക്കെയുള്ള സ്വഭാവം. ശരിക്കും കല്യാണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മരുമോനായിട്ടല്ല മകനായിട്ട് സ്വീകരിച്ചു. വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമായിട്ട് അതെനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ എപ്പോഴും പള്ളിയോടും സഭയോടും സഭാ ശുശ്രൂഷകളോടും പിതാക്കന്മാരോടും വൈദികരോടും സിസ്റ്റേഴ്സിനോടും എല്ലാം വളരെയധികം ഉൾച്ചേർന്ന് നിൽക്കുന്ന ചിട്ടയായിട്ടുള്ള ദൈനംദിന പ്രാർത്ഥനാ ജീവിതങ്ങളും സാധിക്കുന്നിടത്തോളം മുടങ്ങാതുള്ള ദിവ്യബലി അർപ്പണവും ഒക്കെ ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമുള്ള സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞങ്ങളെ എല്ലാവരെയും ഈ സ്വഭാവങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്.
അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഈ ദൈവികമായ യാത്ര തുടരട്ടെ. ഞങ്ങളെല്ലാവരുടെയും ഒത്തിരി ആത്മാർത്ഥതയോടുള്ള സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ, ആശംസകൾ. ഈശോ അനുഗ്രഹിക്കട്ടെ. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. സപ്തതിയുടെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും. അപ്പച്ചന് നല്ല ഒരു കയ്യടി കൊടുക്ക. അപ്പച്ചനെ ഓർത്തൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ Amen. Hallelujah. Praise the Lord. Happy birthday to you, Papa. 70 വയസ്സിൻ്റെ ഹാപ്പി ബർത്ത്ഡേ. പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു.